ദൈവമേ ചാകര എന്ന് പറഞ്ഞാൽ ഇത്രക്ക് മീനാണ്. അതേ ചൂര വീഴണം മക്കളെ, അതേ ഓടിക്കളിക്കണ കാഴ്ച. വെറൈറ്റി മീൻ പിടുത്തോട്ടെ നിങ്ങളിലോട്ട് ഞാൻ കാണിച്ചു തരാൻ പോണം. വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോയുടെ അവസാനം വരെ കണ്ടോ. നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടം. അത്രയും നല്ല അടിപൊളി കിട്ടില്ല മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കണേട്ടാ. ഹലോ മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കണത് വള്ളത്തിലല്ല, പകരം ചാള ബോട്ട് എന്ന് പറയുന്നത് പർഷ്യൻ വള്ളം, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു ബോട്ടിലാണ് വന്നേക്കണത്. മെയിനായിട്ട് ചാള ബോട്ട് എന്നാണ് നമ്മളിവിടെ പറയണത്. ഇതിനാ അല്ലെങ്കിൽ പർഷ്യൻ വള്ളം എന്നൊക്കെ പറയും. തന്നെ കാലത്ത് ഫസ്റ്റ് വല അടിക്കണ ഒരു കാഴ്ചയാണ്. ഇവിടെ ആൾ പായൊന്നുമില്ല, നേരെ ഒരു ചെറിയൊരു ബോട്ടിൽ അങ്ങടെ വഞ്ചിയിൽ അങ്ങടെ ഇറങ്ങിപ്പോവും. ഈ കൈ കാണിക്കണതൊക്കെയാണ് ആര്യക്കാരട്ടത്. ഈ കിടന്ന് പെയ്യണ കണ്ട, ഇത് മൊത്തം ചൂരയാണ്. കടലിൽ കിടന്ന് പൊട്ടി കളിക്കുന്നുണ്ട. ആ ഒരു ചൂര നമ്മളെ വളഞ്ഞ് വലയടിക്കണ ഒരു കാഴ്ചയാണ്. ഞാനിപ്പോൾ നിൽക്കണത് ബോട്ടിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ട് നിയന്ത്രിക്കണത് ആ 3 പേരാണ്, ആര്യക്കാരാണ്. ആര്യക്കാർ ചേട്ടന്മാരെ നിർദ്ദേശപ്രകാരമാണ് വളച്ചങ്ങാട് അടിച്ചത്. ഇനി വല അങ്ങാട് പിടിച്ച് കയറണ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോണത്. വല മൊത്തമായിട്ട് കയറുമ്പോൾ നല്ല പെട്ടക്കണ അടിപൊളി ഒരു കിടിലം കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടാ. വല കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡിങ്കിയിലോട്ട് കയറിയാണ്. ലൈലാൻഡ് വള്ളങ്ങളിലൊക്കെ ഡിങ്കി ഉണ്ടാവണ പോലെ ഈ ഒരു ബോട്ടിലും ഡിങ്കി ഉണ്ട്. അപ്പം ഡിങ്കിക്ക് 2 ചേട്ടന്മാർ വല പിടിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഈ ഒരു ബോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, വള്ളങ്ങൾ വലയടിക്കണേക്കാളും കൂടുതൽ പടിഞ്ഞാറൻ കടലിലോട്ട് കയറി വന്ന് വലയടിക്കാൻ ഇവർ പോകട്ടാ. വള്ളങ്ങളെക്കാൾ കൂടുതൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ട്. അതായത് ബോട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ മീൻ ഐസ് ചെയ്യാൻ സ്റ്റോർ റൂം കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഏകദേശം ഒരു നോട്ടം നോക്കുമ്പോൾ ഒരു ബോട്ട് പോലെ ദൂരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഒരു ട്രോളിംഗ് ബോട്ട് പോലെയാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുള്ളൂ. കണ്ട, ഒറ്റ നോട്ടം നോക്കി ഇവിടെ വേറൊരു ചാള ബോട്ടും കൂടി വല അടിച്ച് കിടക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ചേട്ടന്മാരെല്ലാവരും കൂടി നിന്നിട്ട് ഇതേ വല പിടിച്ച് കയറ്റാണ്. ചേട്ടന്മാർ മാത്രമല്ല കേട്ടോ, ആര്യക്കാരനും എല്ലാവരും കൂടി ഒത്തുചേർന്ന് വല പിടിച്ച് കയറ്റുമ്പോൾ ചൂര വലയെ കിടന്നതേ ഓട്ടിക്കളിക്കണം. നല്ല പടപടാന്ന് പറഞ്ഞ് ഓടുകയാണ്. പിന്നെ വല പിടിക്കണ ഓരോ കയ്യിലും നല്ല തക്കിടുമുണ്ടൻ മീനാണ് കയറാൻ പോണത്. ആ ഒരു കാഴ്ച നിങ്ങൾ കണ്ടു നോക്കിക്കോട്ടെ. ഈ വീഡിയോ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവും. കാരണം ചൂര മാത്രമല്ല, ഇതേ കിടന്ന് ചൂര ഓടിക്കളിക്കുകയാണ്. ചൂര മാത്രമല്ല, നമ്മൾ പോന്ന വഴിക്ക് അയിലക്കും അടിച്ച് അയിലയും കിട്ടി. അപ്പം 2, അതായത് ഒരു വെടിക്ക് 2 വശി എന്ന് പറഞ്ഞാൽ വല നിറച്ച് മീനുകൾ ചൂരയും അയിലയും ഒക്കെ കിട്ടുന്ന കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. അതായത് നല്ല പെട്ടക്കണ മീനാണ് ഇത് കിട്ടുന്നത് കേട്ടാ. ഇനി അങ്ങാട് മൊത്തം വല നിറച്ച് മീൻ കയറിയുന്ന കാഴ്ച നിങ്ങൾക്ക് കാട്ടിത്തരാട്ടാ. അവരുടെ മുഖത്തുള്ള സന്തോഷം കണ്ട, നല്ല പെട്ടക്കണ മീൻ കാണുമ്പോൾ കടലിലെ മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ചിലവർക്ക് ആ മീനൊക്കെ പിടക്കണ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും അവർക്ക് പച്ച മീനും വേണം, മീനും ഒക്കെ അവർ കഴിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെയും കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന. എന്നിരുന്നാൽ പോലും നമ്മൾ ഹാപ്പിയാണ്. ഇതേ വലയിൽ കയറിയേക്കണ മൊത്തം മീനാണ്, ഫുള്ള് മീൻ കയറിയുന്ന കാഴ്ച ഉണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണം. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. വലയിലോട്ടക്കി വന്ന് കിട്ടുന്ന മീനുകളെ ബോക്സിലോട്ടാക്കി വെക്കണം. നേരെ ഈ ബോക്സിലോട്ടാക്കിയ മീനുകളെ ഐസ് റൂമിൽ കൊണ്ട് അല്ലെങ്കിൽ സ്റ്റോർ റൂമിൽ കൊണ്ട് സ്റ്റോർ ചെയ്യും മീനുകളെല്ലാം. അപ്പോൾ ആ ഒരു കാഴ്ച ഞാൻ കാണിച്ചത്, മീനുകളിങ്ങനെ പുറകെ വലയിൽ കുത്തി കയറി വരുമ്പോൾ വല പിടിക്കാൻ എല്ലാവർക്കും ആവേശം കൂടും. അതൊരു വേറൊരു ഇതാണ് കേട്ടോ, വേറൊരു പ്രത്യേകത തന്നെ. ഈ വലയിൽ മീൻ കയറുമ്പോൾ 2 ഇരട്ടി ആവേശം കൂടും. ആ ഒരു കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ.
ബോക്സ് എടുക്കാൻ പറഞ്ഞു അവിടെ കെട്ടിക്ക് അവിടെ കെട്ടിക്ക്. ആവേശത്തിൽ വല പിടിച്ച് കയറ്റണനുസരിച്ച് വലയിൽ മീൻ ഇങ്ങനെ കയറി വരെയാണ്. അപ്പം ഈ മീൻ തിരിച്ച് വെള്ളത്തിലോട്ട് തന്നെ പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഡിങ്കി ആയിട്ട് ഇറങ്ങി മീൻ എടുക്കണേട്ടാ അവിടെ എന്നിട്ട് എടുത്ത് നേരെ ബോക്സിലോട്ട് ആക്കുകയാണ്. ഇങ്ങനെ എടുക്കണ കാര്യം എന്ന് വെച്ചാൽ ഈ മീനുകളെല്ലാം ഒരു സമയം കഴിഞ്ഞാൽ ചത്ത് വലയിൽ തന്നെ കിടക്കും. അപ്പോൾ വൈറ്റ് കൂടുമെന്ന് വെച്ചാൽ വല പൊങ്ങി വരാൻ പണിയാണ്. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ കിട്ടണ മീനുകളെ വേഗം ബോക്സിലോട്ട് നിറയ്ക്കണം. അപ്പോൾ ഈ രണ്ട് ഡിങ്കിയും വെച്ചുകൊണ്ട് കണ്ട ചേട്ടന്മാർ ആ വലയിൽ ഇങ്ങനെ പുറത്തോട്ട് പോകണ മീനുകളെ ഓടിപ്പോയി പിടിക്കേണ്ട. അപ്പോൾ അതിനുവേണ്ടിയാണ് ആ ചേട്ടന്മാർ നിൽക്കണത്. വല ഇങ്ങനെ കയറി വരുമ്പോൾ മീൻ പുറത്തോട്ട് പോകണമെങ്കിൽ അവരത് പോയി എടുക്കും. അപ്പോൾ ഇവിടെ കൂട്ടി, അതായത് വലയിൽ നിന്ന് മീൻ പോകാണ്ടിരിക്കാൻ വേണ്ടി വല തമ്മിൽ ഒട്ടക്കി വെച്ചിട്ട് മീനെ കൂട്ടി, അതായത് ആ ഒരു കൂട്ടം മീനുകളെ മൊത്തമായിട്ട് കോരി എടുക്കണ ഒരു ഒടക്കി വെച്ച് എടുക്കണ ഒരു കാഴ്ച എടുത്ത് കണ്ട. മൊത്തമായിട്ട് മീനെ വലക്കുള്ളി ചുരുട്ടി വെച്ച് കയറ്റി എടുക്കുകയാണ് മൊത്തം ചൂരനേട്ടാ. നിങ്ങളുടെ നാട്ടിൽ ഈ മീനപ്പണ പേരൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു. ഞങ്ങളിവിടെ ചൂര, കുടുത ആ ഒരു പേരൊക്കെയാണ് പറയണത്. അച്ചാറിടാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മീനാണ് കേട്ടോ. ഈ മീനുകൾ പെടക്കാത്ത എന്താണ് കൊമ്പാന്ന് ചോദിച്ചാൽ ഈ മീനുകൾ വലയിൽ ആദ്യമേ ഒട്ടക്കി ചത്തുപോയി. ചൂരകൾ എപ്പോഴും അനങ്ങിക്കൊണ്ടില്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കണമെങ്കിൽ മാത്രം അതുങ്ങൾക്ക് ജീവൻ ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വലയിലൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ വേഗം തന്നെ ഇതുങ്ങൾ പെട്ടെന്ന് തന്നെ ചത്തോട്ടെ. ചൂരക്കുള്ള പ്രത്യേകതയാണ്. ബാക്കിയുള്ള മീനുകളൊക്കെ ആണെങ്കിൽ വീണ്ടും വലയിൽ കിടന്ന് കുറേ നേരം നിൽക്കും. പക്ഷേ നിങ്ങൾക്ക് നല്ല അടിപൊളി മീൻ കിടന്ന് വലയിൽ കിടന്ന് ഓടണ കാഴ്ചയും പെട്ടക്കണ കാഴ്ചയും ഈ വീഡിയോയിൽ തന്നെ അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോ. കാരണം വല ചുരുങ്ങി വരുമ്പോൾ വലയിൽ കിടന്ന് മീനോടണ ഒരു അടിപൊളി കാഴ്ചയൊക്കെ ഞാൻ കാട്ടിത്തരാട്ടാ. അതിങ്ങനെ വല പയ്യെ ചുരുങ്ങി. ഇപ്പോൾ ഏകദേശം നമ്മുടെ വല ചുരുങ്ങിയിട്ടുണ്ട്. അടിച്ച വല മൊത്തമായിട്ട് ഇപ്പോൾ വല ബോട്ടിൻ്റെ ഉള്ളിലോട്ട് കയറ്റി അട്ടിയാക്കി സൈഡിലോട്ട് ഇടണ ഒരു കാഴ്ച കേട്ടാ. ഒരു സൈഡിൽ വലയിൽ നിറച്ച് മീൻ കയറുമ്പോൾ ഒരു സൈഡിൽ മീനുകൾ കിട്ടിയ മീനുകൾ ഇതേ സ്റ്റോറിലോട്ട് ഇറക്കണ ഒരു കാഴ്ച കേട്ടാ. ഇത് കഴിഞ്ഞിട്ട് ഫുൾ മീനുകൾ മൊത്തമായിട്ട് വല പൊട്ടിച്ച് ഹൈലൈറ്റിൽ കണ്ട പോലെ സ്റ്റോറിലോട്ട് ഇടിച്ചിറക്കണ ഒരു കാഴ്ചയുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാട്ടാ. ജസ്റ്റ് ഇപ്പം ഞാൻ ഈ ഇറക്കണ മീനുകൾ സ്റ്റോറിൽ എങ്ങനെയാണ് ഐസ് ചെയ്യണം ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടി നമ്മൾ സ്റ്റോറിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കണ്ട ഇവിടെ ബോക്സ് ഇങ്ങനെ വെച്ചേക്കാണ്. എന്നിട്ട് നേരെ രണ്ട് സൈഡിലും ഐസ് ഇട്ടിട്ടുണ്ട്. നല്ല കട്ടിക്ക് ഭയങ്കരമായിട്ട് ഐസ് ചെയ്യൂല. കാരണം ഇത് ഒറ്റ ദിവസത്തെ മീൻ പിടുത്തവും കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കിട്ടുന്ന മീനുകൾ പയ്യായിട്ട് ഒരു സൈഡിലോട്ട് കൈ കൊണ്ട് വെച്ച് കൊടുക്കേണ്ട. എന്നിട്ട് അതിൻ്റെ മേലെ ഐസ് ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് ഈ ഫുള്ളായിട്ട് വല ചുരുങ്ങി കഴിയുമ്പോൾ മാലിക്ക് കോരും. ആ മാലിക്ക് മൊത്തമായിട്ട് മീൻ കോരിയിട്ട് ഇതിനുള്ളിൽ സ്റ്റോർ റൂമിനുള്ളിൽ പൊട്ടിച്ചിടും. ആ ഒരു കാഴ്ച ഇതുവരെ ഞാൻ നിങ്ങളിലോട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. അപ്പോൾ ആദ്യം കിട്ടിയ മീനുകളൊക്കെ പയ്യെ ഇവിടെ ഇറക്കിയാണ്. ഇതിലും നല്ല അടിപൊളി കാഴ്ചയാണ് ഇനി അങ്ങോട്ട് കാണാൻ കിടക്കണത്. അപ്പോൾ ആദ്യക്കാരൻ ചേട്ടന്മാരൊക്കെ അതേ നല്ല ഉഷാറിൽ നിന്ന് വല പിടിച്ചങ്ങോട്ട് എടുത്തങ്ങോട്ട് കയറ്റാണ്. മീൻ അങ്ങോട്ട് കണ്ട ഇടയ്ക്ക് മീൻ അങ്ങോട്ട് ഇറങ്ങിപ്പോവും. പിന്നെ ഒന്നും രണ്ടൊക്കെ വെള്ളത്തിലോട്ട് തന്നെ പോകട്ടാ. എന്നാൽ അവർ നല്ല ബലത്തിൽ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കയറ്റാണ്. നല്ല കിടില നല്ല വെളുപ്പുള്ള ചൂര. ഒരു ചൂര എങ്ങനെ പോയാലും 2 കിലോത്തിന് മേലെയാണ് കേട്ടാ. വല നിറച്ച് മീൻ ഒരു സൈഡിൽ മുന്തിരിക്കൊല പോലെ കുത്തിക്കിടക്കണ കാഴ്ച കേട്ടാ.
ഇനിയിപ്പോൾ ഏകദേശം മൊത്തമായിട്ട് നമ്മുടെ വല ചുരുങ്ങിയിട്ടുണ്ട്. ആ ചുരുങ്ങണനുസരിച്ച് മീൻ കിട്ടണതും വലയിൽ കിട്ടണതൊക്കെ കൂടി തുടങ്ങിയിട്ട് ആദ്യം കിട്ടിയതിനേക്കാളും ഇരട്ടിയായി വലയിൽ മീൻ കയറി വന്നേട്ടാ. ഇനിയും മീൻ മൊത്തമായിട്ട് കയറി വരാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇതേ മീനുകളെ വലയിൽ നിന്ന് ഊരി എടുക്കുകയാണ്. വരയ്ക്കും പോറാ എടുക്കണോ വല നിറച്ച് ചൂര കിടന്ന് ഓട്ടിക്കളിക്കണ ഒരു കാഴ്ച കണ്ട. ഈ ഒരു കാഴ്ചയൊക്കെ കടലിൻ്റെ ഉള്ളിൽ വരാത്ത ആൾക്കാരൊക്കെ കാണുമ്പോണ്ടല്ലോ, ശരിക്കും നേരിട്ട് വന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം വലിയൊരു സന്തോഷവും മനസ്സിലൊരു കുളിർമയൊക്കെ തോന്നും. അതുപോലത്തെ കാഴ്ചയുണ്ട് ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ. അങ്ങാടും ഇങ്ങാടൊക്കെ ആയിട്ട് ചൂര കിടന്നിങ്ങനെ ഓട്ടിക്കളിക്കണ്. അത്ര അധികം ചൂര മീനാണ് വലക്കുള്ളി കിടക്കണ, നല്ല വലിയ ചൂര. അപ്പോൾ അതായത് സ്രാങ്ക് ഇറങ്ങിയത് ചൂരയൊക്കെ എടുത്ത് ബോക്സിലോട്ടാക്കി കയറ്റി കൊടുക്കേണ്ട കാരണം നല്ല പേട്ടക്ക്. ഇനി അങ്ങാട് പേട്ട കിടക്കണ ചൂര നിങ്ങൾക്ക് കാണാം. നന്നായിട്ട് വലയിൽ കിടന്ന് ഓട്ടിക്കളിക്കണ ഒരു അടിപൊളി കാഴ്ച കാണാട്ടാ. വല മൊത്തമായിട്ട് അടുത്തേക്കുമ്പോൾ രണ്ട് ചേട്ടന്മാർ മുകളിൽ നിന്ന് മുളവടിക്ക് കുത്തി കൊടുക്കുകയാണ്. ബോട്ട് തമ്മിൽ അടുക്കാണ്ടിരിക്കുകയാണ്. ഈ ചെറിയ വെള്ളം അകന്ന് നിന്നാലേ മീൻ കോരാൻ പറ്റുള്ളൂ. അപ്പം മീൻ വലക്കുള്ളിൽ കിടന്ന് ഓടിക്കളിക്കുകയാണ്. ഇനി നമ്മൾ മാലി വെച്ച് കോരാൻ പോണ്. കോരി നേരെ സ്റ്റോർ റൂമിലോട്ട് ഐസ് മുറിയിലോട്ട് ഇറക്കാൻ പോണ ഒരു കാഴ്ചയാണ് ഇനി ഞാൻ നിങ്ങളോട്ട് കാണിക്കണത്. ചൂരയുണ്ട്, പിന്നെ കുറച്ച് കൂന്തലുണ്ട്, നെയ്മീനുണ്ട്, 1-2 പക്ഷെ നെയ്മീൻ ഇതിൽ കൂടുതൽ കിട്ടണം. നമ്മുടെ അയില വലയിൽ അടിക്കുമ്പോൾ നെയ്മീൻ കൂടുതൽ കിട്ടും. ഇതാണ് മുള്ളമ്മന്നി, 1 കിട്ടിയിട്ടുണ്ട്. അതിനെടുത്ത് കാണിച്ചു. പിന്നെ അത് നീലക്ലാത്തി, നല്ല അടിപൊളി ഭംഗിയാണ്. നീലക്ലാത്തി ഇത് കണ്ട, ഇതാണ് നീലക്ലാത്തി. എന്താ ഭംഗി നോക്കി കാണാൻ തന്നെ വെള്ളത്തിൽ കിടക്കുമ്പോൾ. ബാക്കിയുള്ള മീനുകൾ ഇപ്പോൾ കോരാമേനുള്ള പരിപാടിക്കാണ് മാലി ഇറക്കണേട്ടാ. ഇനി മാലി ഇറക്കി കോരി സ്റ്റോർ റൂമിലോട്ട് മീൻ ഇറക്കണ കാഴ്ചയാണ് ഞാൻ നിങ്ങളിലോട്ട് കാട്ടിത്തരാൻ പോണേട്ടാ. ആവശ്യമില്ല.
നിങ്ങളെ പൊട്ടിക്കാളെ ബോക്സ് വെച്ചു അങ്ങനെയല്ല അപ്പൊ അതിനെ ഒത്തിക്കോട്ട് മൂട് നോക്കി വെക്കല്ലേ അതെ അങ്ങനെ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിൽ മീൻ മൊത്തമായിട്ട് പൊട്ടിച്ചിട്ടേക്കാണ്. അപ്പോൾ ഈ നിൽക്കണ തൊപ്പിയൊക്കെ വെച്ച ചേട്ടനാട്ടെ എന്നെ പാളം എന്ന് പറയുന്നത് ഈ ഒരു ബോട്ടിലോട്ട് കൊണ്ടുവന്ന. ഇതിന് മുന്നേയും ഒരു കൊല്ലം ചേട്ടൻ എന്നെ വിളിച്ചായിരുന്നു. അന്ന് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് അയിലാണ് കിട്ടിയത്. ഈ പ്രാവശ്യം ചൂരയും കിട്ടിയിട്ടാ. അപ്പോൾ ചേട്ടൻ വിളിക്കുമ്പോൾ ഞാൻ ഈ ബോട്ടിലോട്ട് വരുന്നത് നമ്മുടെ ചാള ബോട്ടിലോട്ടാണ്. അങ്ങനെ എല്ലാ സൈഡും ചേട്ടനൊക്കെ കൂടി നൈസ് ചെയ്ത് 2 സൈഡും മീൻ സെറ്റാക്കി കയറ്റിയിട്ടുണ്ട്. 2 സൈഡിലിട്ടാണ് മീൻ അടിച്ചിട്ടേക്കണേട്ടാ. എന്നിട്ട് അതിൻ്റെ മേലോട്ട് കുറച്ച് ഐസ് തൂകിയിടുകയാണ്. 2 സൈഡും കണ്ട മീൻ ഐസ് തൂകേണ്ട ചേട്ടന്മാർ. വളരെ സന്തോഷത്തിലാണ് ഇവർ ഇത് ചെയ്യണത്. കാരണം ഇന്ന് നല്ല പണിയാണ് ഇവർക്ക്. ഫസ്റ്റ് വല അതുപോലെ തന്നെ കടലിൽ ഇവരാണ് അടിച്ചത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പണി അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പണിയെടുപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇവിടെ ഈ സമയം നല്ല ചൂരെടുത്ത് വെട്ടി ക്ലീൻ ആക്കുകയാണ്. കാരണം നമുക്ക് പുട്ടും ചൂരക്കറിയുമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കുളിച്ച് ആ വേസ്റ്റും കാര്യങ്ങളും ചിറകൊക്കെ വെട്ടിക്കളഞ്ഞ മീൻ നല്ലപോലെ ക്ലീനാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണ ഒരു കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ മീനെല്ലാം വെട്ടി നല്ലതുപോലെ ക്ലീൻ ചെയ്തതേ അലുവ കഷ്ണം പോലെ പാത്രത്തിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കേണ്ട ഓരോ കഷ്ണങ്ങളും. ഇനി ഇത് നന്നായിട്ട് കഴുകണം. ആ ചോരയും കാര്യങ്ങളൊക്കെ ശരിക്കും കളയാനുണ്ട്. നല്ലതുപോലെ 2-3 പ്രാവശ്യമൊക്കെ കഴുകണം. എങ്കിലേ അതൊക്കെ ശരിക്കും പോവുള്ളൂ. അങ്ങനെ ശരിക്കും ആദ്യം ഉപ്പുവെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയിട്ട് ഇനി നല്ല വെള്ളത്തിൽ കഴുകേണ്ട. നല്ല വെള്ളം ഇവിടെ കലത്തിലൊക്കെ എടുത്തിട്ട് നന്നായിട്ട് കഴുകണം. എന്നാലേ അത് ശരിക്കും അങ്ങോട്ട് പോകുള്ളൂ. ഈ പച്ച മീനൊക്കെ വെട്ടുമ്പോൾ സാധാരണ ഐസ് ഇട്ടുള്ള മീൻ വെട്ടണ പോലെ അല്ല. ഇത് കിട്ടിയ പാട തന്നെയാണ് വെട്ടിയത്. ചൂരൊക്കെ ആകുമ്പോൾ ഇത്തിരി കൂടി ചോര കൂടുതൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇവിടെ കലം വെച്ച് കറി വെക്കണ പരിപാടിയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചമുളക്, സവാള, വെളുത്തുള്ളി അങ്ങനെയുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ മല്ലിപ്പൊടി കാര്യങ്ങളും. ഇവിടുത്തെ കറി പറയുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഞാൻ കൂട്ടിയത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മീൻ കറി തന്നെയാണ് ഈ വെള്ളിച്ചൻ വെച്ചിട്ട്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഈ മുളക് കാര്യങ്ങളൊക്കെ നോക്കണ്ട, അത്യാവശ്യം നല്ല അടിപൊളി മീൻ കറിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഒരു പ്രാവശ്യം നിങ്ങൾ കഴിച്ചു നോക്കണം. ആ കൊടംപുളിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ ഇളക്കി പിടിപ്പിച്ച്. ഇതിൻ്റെ പ്രത്യേക ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചൊറുക്കയാണ്. ഞങ്ങളിവിടെ ഇതിനെ ചൊറുക്കയെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ പറഞ്ഞ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിയണ കൂട്ടി കമൻറ്റ് ചെയ്ത് പറ. ഞാനിങ്ങനെ ചൊറുക്ക ഒഴിച്ച് മീൻ കറി കൂട്ടിയേക്കണത് ഈ ഒരു ചാള ബോട്ടിൽ പാളത്തിൽ വന്നപ്പോഴാണ് ഞാനിങ്ങനൊരു മീൻ കറി കഴിഞ്ഞ കൊല്ലം കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കൊല്ലവും കഴിക്കാൻ പറ്റി. അങ്ങനെ നല്ല അടിപൊളി മീൻ കറി ഇങ്ങനെ അട്ടപ്പം തുറന്നപ്പോൾ നല്ലൊരു മണമൊക്കെ മൂക്കിലോട്ട് അടിച്ചേറി. അങ്ങനെ കാലത്ത് തന്നെ പുട്ടും മീൻ കറിയും. പുട്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പുട്ട് കാണാത്ത രീതിയിലാണ് എല്ലാവർക്കും മീൻ കഷ്ണം ഇട്ട് കൊടുത്തേക്കണ്ട. ലാവിശമായിട്ട് മീനുണ്ട്. വയറ് നിറച്ച് കഴിക്കാനുള്ള മീനാണ് പ്ലേറ്റിലിരിക്കണ കേട്ടോ. അങ്ങനെ ഞാനും ഒരു സൈഡിലിരുന്ന് കഴിക്കലോടെ എനിക്ക് ഒത്തിരി ഇഷ്ടം. നല്ല അടിപൊളി ചൂടൻ മീൻ കറിയും ആ പുട്ടും കൂടി കുഴച്ചടിക്കുമ്പോൾ കിട്ടണ ഒരു
ടേസ്റ്റ് എന്ന് പറഞ്ഞാണ്ടല്ലോ സ്വർഗ്ഗം ഉണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല എരിവും പുളിയും എല്ലാനും കൃത്യമാണ്. അങ്ങനെ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരു ഉച്ച സമയമായപ്പോൾ രണ്ടാമത്തെ വല അടിക്കാൻ ആര്യക്കാരിവിടെ റെഡി ആയിട്ട് നിൽക്കാൻ കേട്ടാ. രണ്ടാമത്തെ വല അടിച്ചേക്കണത് ചൂരക്കല്ല, അയിലക്കുട്ടന്മാർക്കാണ് അടി കൊടുത്തേക്കണത്. ഇത് നല്ല പെടക്കണം, മീൻ കിടന്ന് വലയിൽ കിടന്ന് പെടക്കണതും അത് കൂടാതെ നമ്മുടെ ബോട്ടിൽ ഫ്രണ്ടിൽ പൊട്ടിച്ചിടുമ്പോൾ കിടന്ന് പെടക്കണ കാഴ്ചയെ കാട്ടിത്തരാം. പിന്നെ ആ കാര്യക്കാർ ചേട്ടന്മാരൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, എന്നെ ബോട്ടിലോട്ട് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോൾ തന്നെ അവർ ഫുൾ സപ്പോർട്ടായിരുന്നു എന്നോട് പറഞ്ഞത്. അവനെ കൊണ്ടുപോകുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം എല്ലാവരും നമ്മൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ഇല്ല കേട്ടോ, ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ്. പക്ഷേ ഈ ഒരു ബോട്ടിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ പോണ എല്ലാ ബോട്ടിലും ഇതുപോലെ തന്നെ ഉണ്ടാ, നമ്മളെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും. ഇന്നാണെങ്കിൽ അവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഞാൻ വന്ന സമയത്ത് നന്നായിട്ട് മീനും കിട്ടി, അതൊക്കെ അവരുടെ മുഖത്തെ സന്തോഷം നമുക്ക് കാണാനും പറ്റണം കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇത് രണ്ടാമത്തെ വല അടിച്ച് ഉച്ചക്കുള്ള വലയടിയാണ്ടിത്. വല കയറി വരെയാണ്. അങ്ങനെ കയറി വരുന്ന സമയത്ത് റിങ്ങൊക്കെ എത്തി. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ ഈ ഒരു പണി നോക്കുകയാണെങ്കിൽ നമ്മുടെ വള്ളത്തിനായിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 80 അല്ലെങ്കിൽ 90% ഒരേ രീതിയിൽ തന്നെയാണ് മീൻപണിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പിന്നെ വള്ളത്തിനും ഇതിന് വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ ഐസ് കൊണ്ടുപോയി പണിയെടുക്കും. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി ദൂരെ കടലിലോട്ട് പടിഞ്ഞാറോട്ട് കയറി വലയടിക്കും. അത്രയും മാത്രമുള്ള വള്ളവും ഈ ഒരു ബോട്ടും തമ്മിൽ ഉള്ള ഒരു കുറച്ച് വ്യത്യാസങ്ങൾ. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഇവരുടെ വല വലുതും അതുപോലെ തന്നെ അടിയിലോട്ട് ഇറക്കം കൂടിയ വലയുണ്ടാ. അങ്ങനെ റിങ്ങെല്ലാം കയറി വീഞ്ചിൽ ഇനി വേഗം തന്നെ അയിലയെ കൊണ്ട് ചൂര കുടുങ്ങിയ പോലെ കുറേയൊന്നും നമ്മുടെ വലയിൽ കുടുങ്ങൂല. അവസാനം നന്നായിട്ട് വലയിൽ കിടന്ന് ഓടണ കാഴ്ചയും പിന്നെ കോരിയിടണ കാഴ്ചയും എല്ലാം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതും അടിപൊളി ഒരു കാഴ്ചയാണ്. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി കഴിഞ്ഞാൽ കടൽ കോമൻ്റെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ അയച്ചു കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നല്ല അടിപൊളി കിടിലം വീഡിയോസൊക്കെ ഇനിയും നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കും. അതുപോലെ ഈ ഒരു പാപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. എനിക്ക് എടുത്ത് പറയേണ്ട ഒരാളാണ്. കാരണം ഞാൻ ഈ ബോട്ടിൽ അല്ലെങ്കിൽ ചാള ബോട്ടിൽ ഇതിനു മുന്നേ കഴിഞ്ഞ കൊല്ലം വരുമ്പോൾ മഴയത്ത് നനഞ്ഞ് ചീഞ്ഞ് ശരിക്കും ഡ്രസ്സെല്ലാം നനഞ്ഞ് വിറച്ച് വന്ന് കയറി. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂറോളം ബൈക്ക് ഓടിച്ചാണ് മഴയത്ത് ഞാൻ വന്നത്. ആ സമയത്ത് എനിക്ക് ആ ആൾ സ്വന്തം ഉടുത്തിരുന്ന മുണ്ട് ഉലിഞ്ഞ് തന്നിട്ട് എന്നോട് പറഞ്ഞത് ഡ്രസ്സെല്ലാം മാറ്റിക്കോ, നീ ഈ മുണ്ട് ഉടുത്തു എന്ന് പറഞ്ഞിട്ട് ആ പാപ്പൻ ഷോർട്സ് അല്ലെങ്കിൽ ഷഡ്ഡിപ്പുറത്ത് നിന്നിട്ട് എനിക്കത് അങ്ങോട്ട് തന്ന്. എന്നോട് ഒരു പരിചയമില്ല, ഞാൻ എന്താണ് ആരാണ്. കഴിഞ്ഞ പോലൊക്കെ ഇത്രയും ഞാൻ നിങ്ങളോട്ട് ഇത്രയും റീച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ആൾ എനിക്ക് തന്നേട്ടാ. ഒന്നും നോക്കിയില്ല. ആ ഒരു സ്നേഹം എനിക്ക് ഇന്നും ആളോട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞത്. ആളെ കണ്ടപ്പോഴും എനിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വല ഏകദേശം ചുരുങ്ങി അടുത്തെത്തി. അയിലക്കുട്ടന്മാർ ഇനിയുള്ള കാഴ്ച ഞാൻ പറഞ്ഞ് ഇതാക്കളെ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുന്നത്. അടിപൊളി കാഴ്ച കേട്ടോ, ഓരോ മാലി പൊട്ടിച്ചിടുമ്പോഴും. ചോടാ പകുതി കാലിങ്ങനെ കയറിയിട്ട്
അങ്ങനെ വലടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ വലയെല്ലാം കയറ്റി മീനെല്ലാം സ്റ്റോറിലോട്ടൊക്കെ ആക്കി മേലിലോട്ടൊക്കെ ഇട്ട് അങ്ങനെ 2 വലയൊക്കെ അടിച്ച് നമ്മൾ ഹാപ്പിയായി നമ്മുടെ ചെറിയ ബോട്ട് പിടിച്ച് കയറ്റിയിട്ട് ചേട്ടന്മാരെല്ലാവരും കൂടി. അപ്പോൾ കാലത്തോട്ട് വൈകുന്നേരം വരെയുള്ള എല്ലാ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലോട്ട് എത്തിച്ചിട്ടുണ്ട്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. പിന്നെ പോണ വഴിക്ക് ചെറിയൊരു നെയ്മീൻ കറിയും കൂടി വെക്കുന്നുണ്ട്, അതും കൂടി കാണട്ടെ. നല്ല അടിപൊളിയായിട്ട് ഇവിടെ വെള്ളത്തിൽ പ്ലേറ്റിൽ മസാലയൊക്കെ കൂട്ടി സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വയറ്റി അങ്ങനെ ഏകദേശം നല്ലതുപോലെ അങ്ങോട്ട് വയറ്റി റെഡിയാക്കി നല്ല കുടുകുടൂന്നും പറഞ്ഞ് തിളച്ച മീൻചാറിലോട്ട് പച്ച നെയ്മീൻ കുട്ടന്മാരങ്ങോട്ട് മുക്കിയിടയാണ്. ഇപ്പം തന്നെ ഒരു മണം മൂക്കിലോട്ടടിച്ച് കയറിയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇന്ന് ഉച്ച സമയത്ത് ചോറാണ്, നല്ല ചൂടൻ ചോറും കൂട്ടി നെയ്മീൻ കറി പിടിച്ചാണല്ല അടിപൊളിയാണ്. അങ്ങനെ എല്ലാവരും നല്ല വിശന്നൊക്കെ ഇരിക്കുകയാണ്. നല്ലതുപോലെ പണിയൊക്കെ എടുത്ത് അവർ ക്ഷീണിച്ചിരിക്കുമ്പോൾ നല്ല ചൂടൻ ചോറും നെയ്മീൻ കറിയും, ഓ അതൊരു വികാരം തന്നെയുണ്ട്. നിങ്ങളുടെ ചാറങ്ങടെ ഒഴിച്ച് എല്ലാവരും ചേട്ടന്മാരൊക്കെ ഭയങ്കര സന്തോഷത്തിൽ അത് വാങ്ങിയിരുന്ന് അമരത്തൊക്കെ ഇരുന്ന് കഴിക്കണ ഒരു കാഴ്ചയാണ് കേട്ടാ. ചൂടൻ ചോറൊക്കെ വാരി വാരി കഴിച്ച് നല്ല ആസ്വദിച്ച് തിന്നണം, നല്ല കാറ്റൊക്കെ കൊണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ടുവന്ന ചേട്ടനും ഇവിടെ ഉണ്ട് കേട്ടാ. ആളിൻ്റെ തൊപ്പിയൊക്കെ വെച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കടൽ കൊമ്പനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ നല്ല അടിപൊളി കിടിലം വീഡിയോയും കാര്യങ്ങളൊക്കെ ഇനി ഞാൻ വരും. അതുവരെ ടാറ്റ ബൈ ബൈ, സി യു. ഇനി എന്നെ കണ്ടില്ലെന്നുള്ള പരാതി വേണ്ട. അവസാനം ഞാനും ഉണ്ട് കേട്ടാ.